KPCC പ്രസിഡന്റ് ഇവിടെ വന്ന് പ്രസംഗിച്ചത്? കയ്യും വെട്ടും കാലും വെട്ടും, വേണമെങ്കിൽ ജീവനും എടുക്കും. പിന്നെ KPCC പ്രസിഡന്റ് ആയതുകൊണ്ട് പറയുന്നത് നല്ലതുമാണ്. ചേലക്കരയിലും പറഞ്ഞിരുന്നു, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് തിരിച്ചടിക്കും. 2 സ്ഥലത്ത് നമ്മൾ ജയിച്ചു. യഥാർത്ഥത്തിൽ 140 മണ്ഡലത്തിലും അദ്ദേഹത്തിന് പ്രസംഗം വെക്കണം. വേണമെങ്കിൽ മൈക്കിന് പൈസ നമുക്ക് കൊടുക്കാം. ഇങ്ങനെ BJP ആണോ കോൺഗ്രസ് ആണോ എന്ന് സ്വയം ഓർമ്മിക്കാൻ പറ്റാത്ത ഒരു KPCC പ്രസിഡന്റ് കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുന്നു. മതവർഗീയ പ്രസ്ഥാനങ്ങളെ കോർത്തിണക്കാൻ ഒരു മടിയും കാണിക്കാത്ത പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിനെ നയിക്കുന്നു. അന്നത്തെ സർക്കാരിന് ഇന്നത്തെ സർക്കാരിനെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, മന്ത്രിമാര് മാറി. അന്നത്തെ ഗവൺമെന്റ് ഗംഭീരം, ഇന്നത്തെ ഗവൺമെന്റ് മോശം. ഈ പ്രചരണം ബോധപൂർവ്വം അഴിച്ചുവിടുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ മന്ത്രിസഭയെ മികച്ച മന്ത്രിസഭ എന്ന് പറയുന്ന ഒരു കാലം അതിവിദൂരമല്ല. ആ കാലം 3ാം തവണയും ഇടതുപക്ഷ സർക്കാർ ഈ കേരളത്തിൽ ഭരണത്തിലെത്തുമ്പോൾ അന്ന് മാധ്യമങ്ങൾ എഴുതും, 2ാമത് വന്ന ഗവൺമെന്റ് മികച്ച ഗവൺമെന്റ് ആയിരുന്നു. പ്രകൃതി ദുരന്തം, ഉരുൾപൊട്ടലുണ്ടായി ചൂരൽമലയിൽ. എന്റെ നിങ്ങളുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവാണ്. എന്തൊരു പ്രയാസം സൃഷ്ടിച്ച സംഭവമാണ്. ട്രെയിനിൽ വരുമ്പോ പുലർച്ചെ തിരുവനന്തപുരം എത്താൻ നേരത്താണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുലർച്ചെ വിളിക്കുന്നത്, വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി, അടിയന്തരമായി അങ്ങോട്ട് പോകണം. ചുമതലപ്പെടുത്തിയ ഞങ്ങൾ മന്ത്രിമാർ അവിടെ പോയപ്പോ എന്താ കാഴ്ച? നിങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. നേരിട്ട് കാണുമ്പോൾ സംഭവ സമയത്തുള്ള മനസ്സിൽ വല്ലാത്ത പ്രയാസം സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ. ബാപ്പ നഷ്ടപ്പെട്ടവർ, ഭാര്യ നഷ്ടപ്പെട്ടവർ, അമ്മ നഷ്ടപ്പെട്ടവർ, അതറിഞ്ഞിട്ടും ജീവിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള രക്ഷാദൗത്യ പ്രവർത്തനത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പറയണം, വീട്ടിൽ അമ്മ നഷ്ടപ്പെട്ടു, എന്നിട്ടാ പ്രവർത്തനത്തിൽ നിൽക്കുന്നത്. എല്ലാവരും ഒന്നിച്ചില്ലേ? അതാണ് മലയാളിയുടെ പ്രത്യേകത. എല്ലാവരും ഒന്നിച്ചു. ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ്, അത് 3 വാർഡിൽ മാത്രമുള്ള പ്രശ്നമല്ലേ. മുൻ കേന്ദ്രമന്ത്രി BJP നേതാവ് ശ്രീ V മുരളീധരൻ പറയും, അത് വെറും 3 വാർഡിൽ മാത്രമുള്ള പ്രശ്നമല്ലേ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പ്രധാനമന്ത്രി വന്നു, മുഖ്യമന്ത്രിക്കൊപ്പം സ്ഥലം സന്ദർശിച്ചു. ഞങ്ങള് മന്ത്രിമാരടക്കം ഒരു 12 പേരുടെ യോഗം വിളിച്ചു തീർത്തു. ആ യോഗത്തിൽ കേരളം മുന്നോട്ട് വെച്ചു, ഇത് L3 കാറ്റഗറിയിൽ പെടുത്തണം. കാരണം ഇത് അതിതീവ്ര ദുരന്തമാണ്, ഒരു സംസ്ഥാനത്തിന് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതാണ് L3 കാറ്റഗറിയുടെ പ്രത്യേകത. ഒരു ജില്ലക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അതുപോലെയല്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സംസ്ഥാനത്തിന് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സാധാരണ ദുരന്തങ്ങളാണെങ്കിൽ L0 ആണ്. ഒരു ജില്ലക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ L1 ആയി പ്രഖ്യാപിക്കാം. സംസ്ഥാനങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുന്നവയാണ് L2. എന്നാൽ ഇവിടെ ഒരു സംസ്ഥാനത്തിന് മാത്രം പറ്റില്ല. കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണം, എല്ലാ നിലയിലും സഹായം വേണം. വായ്പ വെട്ടിക്കുറക്കണം, അന്താരാഷ്ട്ര സംഘടനകളുടെ സഹായം വേണം. വായ്പയുടെ സ്ഥിതി എന്താ? കർഷകർ വായ്പ എടുത്തു, തിരിച്ചടക്കാൻ പറ്റാത്ത സ്ഥിതി. സംഭവം ഉണ്ടായ പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും അച്ഛനും അമ്മയും മരിച്ച വീട്ടിലേക്ക് ഫോൺ വരിക, ബാങ്കിൽ നിന്നാണ്, നിങ്ങളെ അച്ഛൻ മരിച്ചില്ല അറിഞ്ഞു, ദുഃഖം രേഖപ്പെടുത്തുന്നു, അനുശോചനം അറിയിക്കുന്നു, നിങ്ങൾ ഇന്ന ബാങ്കിൽ നിന്ന് ഇത്ര വായ്പ എടുത്തിട്ടുണ്ട്, പലിശ അധികമായി, അതുകൊണ്ട് നാളെ തന്നെ അടച്ചിട്ടില്ലെങ്കിൽ ജപ്തിയും. കണ്ണ് ചോരയില്ലാത്ത നവ ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായി ബാങ്കിംഗ് മേഖലയെ കൊണ്ടെത്തിച്ച വിപത്താണ്. ആകെ വിറങ്ങലിച്ചു നിന്നു. ജപ്തിക്ക് ആള് വരും പോലും. എന്നാൽ അവിടുത്തെ ജനങ്ങളെ കോർത്തിണക്കി, എല്ലാ പ്രസ്ഥാനങ്ങളെയും കോർത്തിണക്കി ഒരു പ്രഖ്യാപനം ഒരു സർക്കാർ നടത്തി. LDF സർക്കാരാണ് ഈ കേരളത്തിൽ ഭരിക്കുന്നതെങ്കിൽ ജപ്തി അനുവദിക്കില്ല എന്നായിരുന്നു ആ പ്രഖ്യാപനം. അത് ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടാണ്. ഈ കാറ്റഗറിയിൽപ്പെടുത്താൽ വായ്പ തിരിച്ചടക്കാൻ ചെയ്തോ? നിലപാട് സ്വീകരിച്ചോ? കേരളത്തോട് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ചില സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചു. അതിൽ തെറ്റ് പറയില്ല, അവിടെയും അനുവദിക്കണം, അവിടെയും മനുഷ്യരാണ്, അനുവദിക്കണം, അതിൽ തെറ്റില്ല. എന്നാൽ നമ്മൾ പരിശോധിക്കുമ്പോ സെപ്റ്റംബർ മാസം 7-ന് വെള്ളപ്പൊക്കമുണ്ടായ തെലങ്കാനയിൽ കെടുതികൾ അവലോകനം ചെയ്യാനെത്തിയ കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് ചൗഹാൻ തെലങ്കാനക്കും ആന്ധ്രാപ്രദേശിനും അനുവദിച്ചത് 3448 കോടി പ്രഖ്യാപിക്കുക. അവിടെ ത്രിപുരക്ക് 40 കോടി, ആസാമിനും സിക്കിമിനുമായി 11,000 കോടി,
ഇങ്ങനെ കോടികൾ മറ്റു സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചു, തെറ്റില്ല. എന്നാൽ കേരളത്തിന് അനുവദിക്കുന്നില്ല. ഇത് ശരിയാണോ? എന്താ കേരളം ചെയ്ത തെറ്റ്? കേരളം എടുക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് പ്രശ്നം. ഇടതുപക്ഷ ബദൽ സമീപനങ്ങളാണ് പ്രശ്നം. വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിൽ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാകാവുന്ന നിലയിൽ ഈ 8 വർഷത്തിനിടയിൽ 4 ലക്ഷത്തിലധികം വീട് വെച്ചു കൊടുത്തതാണ് ബദൽ. സാധാരണക്കാരുടെ മക്കൾക്കും പഠിക്കാൻ സർക്കാർ സ്കൂളുകളിലെ ക്ലാസ് മുറികൾ ഹൈടെക് ക്ലാസ് മുറികളാക്കി ഈ കേരളം മാറ്റിയതാണ് ബദൽ. സാധാരണക്കാരന് ആശ്രയമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ ധർമാശുപത്രികളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുന്ന നിലപാടാണ് ബദൽ. ആ ബദൽ ഞങ്ങൾ കൈവെടിയണം എന്നാണ് BJP സർക്കാരിന്റെ നിലപാടെങ്കിൽ ഞങ്ങളുടെ കൊക്കിലെ ജീവൻ പോയാലും ആ ബദൽ കൈവെടിയാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപനം. അതാണ് ഇടതുപക്ഷത്തിന്റെ സമീപനം. ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ മാത്രമാണോ വികസന പ്രവർത്തനം? ബൈജുവിടെ പറഞ്ഞില്ല, ഈ പാലം NH-66 ഭാഗമായിട്ടുള്ള പദ്ധതി. എന്താ NH-66? 4 സംസ്ഥാനങ്ങളിലൂടെ പോകുന്ന പാതയാണ്. മംഗലാപുരത്തോട്, കാസർഗോഡ് കൂടി, തിരുവനന്തപുരത്തോടു കൂടി അങ്ങനെ തമിഴ്നാട്ടിലേക്ക് കടക്കുക. 9 ജില്ലകളിലൂടെ പോകുന്ന 600ഓളം കിലോമീറ്റർ വരുന്ന 45 മീറ്റർ വീതിയുള്ള 6 വരിയുള്ള NH-66 കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് മുടങ്ങിപ്പോയ പദ്ധതിയല്ലേ? 2011-2016 UDF ഗവൺമെന്റിന്റെ ഭരണകാലത്ത് ഈ പദ്ധതി മുടങ്ങിപ്പോയി. 2016 സഖാവ് PT റഹീം ഈ കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ പ്രകടന പത്രികയിൽ LDF എഴുതി വെച്ചു, കേരളത്തിലാകെ വിതരണം ചെയ്തു. ഈ കുന്നമംഗലം മണ്ഡലത്തിലും ഈ സൗത്ത് നിയോജക മണ്ഡലത്തിലും ഒക്കെ വിതരണം ചെയ്തു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മുടങ്ങിപ്പോയ NH-66 യാഥാർത്ഥ്യമാക്കും. 2016 ഞങ്ങൾ അധികാരത്തിൽ വന്നു. സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശ്രീ നിതിൻ ഗഡ്കരിയുമായും ചർച്ച നടത്തി. ആ ചർച്ചയിൽ ഭൂമി ഏറ്റെടുക്കലാണ് പ്രശ്നം. കാലണ കൂടുതൽ തരാനാകില്ല. ഇതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. സംസ്ഥാന സർക്കാരിന് മുമ്പ് പിന്നെ 2 വഴികളേ ഉള്ളൂ. ഫണ്ടില്ല, പദ്ധതി ഉപേക്ഷിക്കുക. ഇതാണ് ആദ്യത്തെ വഴി. രണ്ടാമത്തെ വഴി ഫണ്ട് കണ്ടെത്തണം. ഇന്ത്യയിൽ ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാരും ഫണ്ട് കണ്ടെത്തിയിട്ടില്ല. ദേശീയപാത വികസനത്തിന് ഇതുവരെയും ഒരു സംസ്ഥാന സർക്കാരും പണം ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഓരോ സംസ്ഥാനത്തിന്റെയും അവകാശമാണ്. എന്നാൽ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രത്യേകത എന്താ? ഒരു നാട് നേരിടുന്ന പ്രധാന പ്രശ്നം, ഒരു സംസ്ഥാനം നേരിടുന്ന പ്രധാന പ്രശ്നം ഗതാഗതക്കുരുക്ക്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളം. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 886 മനുഷ്യർ ജീവിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. ദേശീയ ശരാശരിയുടെ 3 ഇരട്ടി. ആ കേരളത്തിൽ വാഹനപ്പെരുപ്പവും കൂടുതലാണ്. ഒരു ആശ്വാസ പദ്ധതിയാണത്. ഇത് ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ്. പ്രകടന പത്രികയിൽ നാം എഴുതി വെച്ചു, ഇത് നടപ്പിലാക്കും LDF അധികാരത്തിൽ വന്നാൽ. ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയാണെങ്കിൽ ജനഭിലാഷം നടപ്പിലാക്കേണ്ടത് ഉത്തരവാദിത്തമായി കാണുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ പറഞ്ഞു, അത് നടപ്പിലാക്കിയിരിക്കും ഏത് പ്രതിസന്ധിയും മുറിച്ചു കടന്ന്. കാരണം ഇത് LDF സർക്കാരാണ് എന്നുള്ളതാണ് പ്രത്യേകത. തീരുമാനിച്ചു ഫണ്ട് കണ്ടെത്താൻ. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ ഫണ്ട് കണ്ടെത്തി. 100 കോടിയല്ല, 200 കോടിയല്ല, 500 കോടിയല്ല, 1000 കോടിയല്ല, 5600 കോടി. 5600 കോടി. മറ്റേത് വികസനത്തിനും ചെലവഴിക്കേണ്ട ഒരു വലിയ തുക 5600 കോടി രൂപ ചെലവഴിക്കാൻ തീരുമാനിച്ചു. 2021 ഈ ഗവൺമെന്റ് വന്നു. മുഖ്യമന്ത്രി പൊതുമരാമത്ത് വകുപ്പിനോട് പറഞ്ഞു, ഇത് പ്രത്യേക പദ്ധതിയായി കണ്ട് ഇടയ്ക്കിടെ ഇടപെടണം. ഓഫീസിൽ യോഗങ്ങൾ നടന്നു. 2 ആഴ്ചകളിൽ വിവിധ സ്ട്രച്ചുകളുടെ യോഗം നടന്നു. ഫീൽഡുകളിൽ സന്ദർശനം നടന്നു. എത്ര സന്ദർശനം ഇവിടെ നടന്നു. സഖാവ് ബാബു പറശ്ശേരി ഇവിടെ ഇരിക്കുന്നില്ലേ? സഖാവ് ബാബു പറശ്ശേരിയും ഞങ്ങൾ എല്ലാവരും എത്ര തവണ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പോയോ? ഇല്ലേ? ഓർമ്മയില്ലേ? എത്ര തവണ ഇവിടുത്തെ നാട്ടുകാരുടെ പ്രശ്നം സഖാവ് ബാബു പറശ്ശേരിയും ഈ പ്രദേശത്തെ സഖാക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവരും ശ്രദ്ധപ്പെടുത്തി. അപ്പ സർക്കാർ ഇടപെട്ടില്ലേ? എങ്ങനെയാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്? ഇപ്പോ പാലാഴി പാലത്തിന്റെ ഒരു ഭാഗം തുറന്നില്ലേ? പാലാഴി പാലത്തിന്റെ 2ാം ഭാഗം ഈ നാടിനും
ഈ മലബാറിനും ഈ കേരളത്തിനും ക്രിസ്മസ് സമ്മാനമായി നൽകാനാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ജനനേതാക്കന്മാർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ സർക്കാർ ചർച്ച ചെയ്തു. പിന്നെ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ടു. മരങ്ങൾ മുറിച്ചു മാറ്റണം കേരളത്തിന്റെ വനം വകുപ്പ്, വൈദ്യുതി ലൈൻ മാറ്റണം കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ്, മെറ്റീരിയലുകളുടെ ആവശ്യകത കേരളത്തിന്റെ വ്യവസായ വകുപ്പ്, പ്രാദേശിക പ്രശ്നങ്ങൾ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിന്റെ റവന്യൂ വകുപ്പ്. എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് പോയി. നിശ്ചയദാർഢ്യത്തിന്റെ പര്യായമായ ഒരു സർക്കാർ ഈ കേരളത്തിൽ ഭരിക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ ഉറപ്പിച്ച് പറയാനാകും, മലയാളിയുടെ ചിരകാല സ്വപ്നം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 2025 ഡിസംബറോടുകൂടി ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാകും എന്നുള്ള വിവരം. അത് ഈ ഗവൺമെന്റ് ആയതുകൊണ്ടാണ്. UDF ആയിരുന്നെങ്കിൽ പറ്റുമോ? ഇപ്പൊ പാലം പോയിട്ട് എന്താ ഇവിടെ സ്ഥിതി? ഇങ്ങനെ ഒരു പൊതുയോഗം ഇവിടെ നടത്താൻ പറ്റുമോ? നിങ്ങൾക്ക് ഇതുപോലെ ഒരു മാർച്ച് നടത്താൻ പറ്റുമോ? അതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ പ്രത്യേകത. വികസന പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ എത്രയെത്ര നിലപാടുകൾ സ്വീകരിച്ചു, എത്രയെത്ര സമീപനങ്ങൾ സ്വീകരിച്ചു. കിഫ്ബി ഏതൊരു സംസ്ഥാനത്തിന് മാതൃകയാക്കാം. കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാന സർക്കാരിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് 223 റോഡുകൾ ഈ 8 വർഷത്തിനിടയിൽ, 91 പാലങ്ങൾ, 57 റെയിൽവേ മേൽപ്പാലങ്ങൾ, 15 ഫ്ലൈ ഓവറുകൾ, ഒരു അടിപ്പാത എന്നിവയൊക്കെ 18,445 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചത് കിഫ്ബി വഴിയാണ്. ഈ പറഞ്ഞ ദേശീയപാത 5,580 കോടി രൂപ കിഫ്ബി വഴിയാണ് നൽകിയത്. മലയോര ഹൈവേ, കേരളത്തിന്റെ 13 ജില്ലകളിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേ 1200 കിലോമീറ്റർ, കാർഷിക മേഖലയുടെ കുതിപ്പിന് കാരണമാകുന്ന, ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ കരുത്ത് നൽകുന്ന മലയോര ഹൈവേ 13 ജില്ലകളിലൂടെ ഇന്ത്യയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഒരു സംസ്ഥാനത്തിന് മലയോര ഹൈവേ പൂർത്തീകരിക്കാനാകുന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ പേര് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് എന്നുള്ളതാണ് പ്രത്യേകത. തീരദേശ ഹൈവേ 9 ജില്ലകളിലൂടെ കടന്നു പോകുന്ന, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, ആലപ്പുഴ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം 9 ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശ. UDFന്റെ ഏതെങ്കിലും നേതാക്കന്മാർ ഇവിടെ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് മറ്റ് 5 ജില്ലകളോട് ഞങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് പറഞ്ഞ് ഹർത്താലൊന്നും നടത്തരുത്. വിരോധം ഉണ്ടായിട്ടല്ല, അവിടെയൊന്നും കടലില്ലാത്തതുകൊണ്ടാണ്. തീരദേശ ഹൈവേ 50 കിലോമീറ്റർ ഇടവിട്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. ഈ ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഇടപെടലാണ്. കിഫ്ബി പദ്ധതിയാണ്. ആരോഗ്യ മേഖലയിൽ 10 പുതിയ കാത്ത് ലാബുകൾ, 44 ജനറൽ ആശുപത്രികളിൽ പുതിയ ഡയാലിസിസ് സെന്ററുകൾ, എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഐസൊലേഷൻ വാർഡുകൾ കിഫ്ബി പദ്ധതിയാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഹൈടെക് ക്ലാസുകൾ, ഹൈടെക് ആക്കിയ 44,705 ക്ലാസ് മുറികൾ, 11,257 സ്കൂൾ ലാബുകൾ, 268 സ്കൂൾ കെട്ടിടങ്ങൾ എന്നിവയും കിഫ്ബി മുതൽ മുടക്കാണ്. ഇങ്ങനെ ഏതൊക്കെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഇതൊക്കെ നടപ്പിലാക്കുമ്പോ സംസ്ഥാനത്തിന്റെ വികസനത്തെ ശ്വാസം മുട്ടിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു. എന്താണ് വിരോധം? മതവർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തോടുള്ള വിരോധം. കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ കേരളത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്നുള്ളതാണ്. അതാ പ്രശ്നം. കേരളത്തിൽ വർഗീയ കലാപമില്ല. കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സർക്കാർ ഇടപെടും. കേരളത്തിൽ വർഗീയ കലാപത്തിന്റെ ഭാഗമായി ഒരാളും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ എന്താണ് കോൺഗ്രസ് BJPയും ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ സ്ഥിതി? ഉത്തർപ്രദേശ്, ഒറീസ, കർണാടക, ഹിമാചൽ പ്രദേശ് എന്നിങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിലെ അടുത്ത കാലത്ത് വർഗീയ കലാപങ്ങൾ. BJP 3 മാസമായിട്ടുള്ള അധികാരത്തിൽ വന്ന ഒറീസ, 3 മാസമായി BJP അധികാരത്തിൽ വന്ന ഒറീസയിൽ 4 വർഗീയ കലാപമാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 4 വർഗീയ കലാപം. മാസത്തിൽ 1 വെച്ചല്ല, മാസത്തിൽ 2 വെച്ചിട്ട്. ബാലാസോർ, ഖുർദ, ദാംനഗർ, ബാദ്രക് എന്നിവിടങ്ങളിൽ വർഗീയ കലാപം. മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ആട്ടിയോടിക്കുന്ന സമീപനം. ഉത്തർപ്രദേശ്, യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലെ ബഹ്റൈച്ച് കലാപം മറ്റൊരു ഉദാഹരണമാണ്. എന്താ അവിടെ നടന്നത്? ദുർഗാപൂജയുടെ സമയത്ത് സംഘപരിവാർ സ്പോൺസേഡ് കലാപമാണ് അവിടെ അരങ്ങേറിയത്. യോഗി ആദിത്യനാഥിന്റെ മുൻ മീഡിയ ഉപദേഷ്ടാവും ഇപ്പോൾ MLA യുമായ വ്യക്തി തന്നെ കലാപത്തിന് നേതൃത്വം കൊടുത്തു. അവിടെ
ആളുടെ പേര് നോക്കി മാധ്യമ പ്രവർത്തകരെ വേട്ടയാടി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. വിദ്വേഷ പ്രചരണവും കലാപാഹ്വാനവും നടത്തി. മാധ്യമ പ്രവർത്തകർ കേരളത്തിലുണ്ടല്ലോ. കേരളത്തിലെ എല്ലാ നിലയിലും നമ്മളെ ശരിപ്പെടുത്തിയല്ലേ. സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അവിടെയൊക്കെ എന്തെങ്കിലും സംസ്ഥാന സർക്കാരിനെയോ കേന്ദ്ര സർക്കാരിനോ എതിരെയോ വാർത്ത കൊടുത്താൽ തല കഴുത്തിലില്ല. മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തുന്നു, മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്നു, മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു. കേരളം അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നു. കാരണം ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ഏറ്റവും ഒടുവിലൂടെ കഴിഞ്ഞ ഉത്തർപ്രദേശിലെ സംബലി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജുമാ മസ്ജിദിലെ സർവേക്കിടെ പോലീസ് വെടിവെപ്പിൽ 4 മുസ്ലിം ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു. ഷാഹി ജുമാ മസ്ജിദാണ്. വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് ആസൂത്രിതമായി ഉണ്ടായത്. സംഘപരിവാർ സ്പോൺസേഡ് കലാപത്തിനുള്ള വിത്താണ് അവിടെ വിതച്ചത്. ബാബരി മസ്ജിദിലും ഗ്യാൻവാപ്പി മസ്ജിദിലും മധുര ഈദ്ഗാ മസ്ജിദിലുമെല്ലാം കണ്ട അതേ മോഡസ് ഓപ്പറാൻഡി തന്നെയാണ് സംബലിലും കാണാൻ കഴിയുന്നത്. അതേ രീതി. ഈ വിഷയങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? സംഘപരിവാറിന്റെ ഭീകരതയെ, മതവർഗീയ പ്രസ്ഥാനങ്ങളുടെ നിലപാടുകളെ കോൺഗ്രസ് എതിർക്കുന്നുണ്ടോ? ഒരു ഭാഗത്ത് BJP യെ സംരക്ഷിക്കുന്നു, മറുഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിയും SDPയെയും എല്ലാ നിലയിലും സൗകര്യം ചെയ്തു കൊടുക്കും. ഉത്തരേന്ത്യയിലെ കൻവർ യാത്ര വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു യാത്രയാണ്. ഏറ്റവും അധികം വർഗീയത പ്രചരിപ്പിക്കാൻ സംഘപരിവാർ ശ്രമിച്ച യാത്രയാണ്. ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നൊരു ഉത്തരവിറക്കിയത് വലിയ വിവാദമായിരുന്നു. പിന്നെ കോടതി ഇടപെട്ട് തടഞ്ഞു. കൻവർ യാത്രയുടെ റൂട്ടിലുള്ള എല്ലാ കച്ചവടക്കാരും കട ഉടമകളും അവരവരുടെ മതം വ്യക്തമാക്കുന്ന രീതിയിൽ പേര് വിവരങ്ങൾ കടക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കണം. എങ്ങനെയുണ്ട്? അവസാനം കോടതി ഇടപെട്ടു. അങ്ങനെയാണത് തടഞ്ഞത്. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ സർക്കാർ വർഗീയ കലാപങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമം സംഘപരിവാർ അവിടെ നടത്തുമ്പോൾ ഇതിന് സമാനമായൊരു നിലപാടെടുത്തു. കൻവർ യാത്രാ സമയത്ത് UP സർക്കാർ പുറപ്പെടുവിച്ചതിന് തുല്യമായി ഒരു ഉത്തരവ് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ നിന്നും ഉണ്ടായി. നിഷ്കളങ്കമായി കാണാൻ സാധിക്കുമോ? ശബ്ദിക്കുന്നുണ്ടോ മുസ്ലിം ലീഗ്? ശബ്ദിക്കുന്നുണ്ടോ SDPI? ശബ്ദിക്കുന്നുണ്ടോ ജമാഅത്ത് ഇസ്ലാമി? മതം തെളിയിക്കുന്ന നിലയിൽ കച്ചവടക്കാർ തങ്ങളുടെ കടകളിൽ ഐഡന്റിറ്റി രേഖകൾ തൂക്കണമെന്ന് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക്, കോൺഗ്രസ് മന്ത്രിക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു? വിക്രമാദിത്യ സിംഗ് എന്നല്ലേ ഉത്തരവിറക്കിയ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് മന്ത്രിയുടെ പേര്? നിലപാടുണ്ടോ? നിലപാടില്ല. അപ്പോ ജമാഅത്ത് ഇസ്ലാമിക്കും SDPIക്കും BJPക്കും സംഘപരിവാർ ശക്തികൾക്കും മതവർഗീയ പ്രസ്ഥാനങ്ങൾക്കും കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നതിനോട് താല്പര്യമില്ല. കാരണം അവർക്ക് വളരാനാകില്ല. അവർക്ക് വളക്കൂറുള്ള മണ്ണായി കേരളം മാറില്ല. ഇടതുപക്ഷം ഭരിക്കുകയാണെങ്കിൽ ഇവിടെ മതവർഗീയ കലാപമില്ല, ഇവിടെ മതവർഗീയ ധ്രുവീകരണമില്ല, ഇവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിർത്താൻ സർക്കാർ ഇടപെടുന്നു. അതല്ലേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. കോൺഗ്രസ് ജയിച്ചപ്പോ CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആഹ്ലാദ പ്രകടനം നടത്തി പടക്കമെറിഞ്ഞത് ആര്? SDPI. ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവ് പറയുന്നു UDFും BJPയുമാണ് മത്സരം. BJP നേതാക്കന്മാർ പോലും പറയാൻ മടിച്ച കാര്യമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതിലൂടെ BJPക്ക് നഷ്ടപ്പെടേണ്ട വോട്ട് BJPക്ക് ഉറപ്പിച്ചു. അതില്ലായിരുന്നെങ്കിൽ BJP ഇതിലും ദയനീയമാകുമായിരുന്നു സ്ഥിതി. ഇപ്പുറത്തെ ജമാഅത്ത് ഇസ്ലാമിയെയും SDPയെയും കൂട്ടുപിടിച്ച് നിലപാട് സ്വീകരിക്കുന്നു. മുസ്ലിം ലീഗ് സമാനമായ നിലപാട് സ്വീകരിക്കുന്നു. മതവർഗീയതയെ ആളിക്കത്തിക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നു. അതിതീവ്ര രാഷ്ട്രീയ പ്രയോഗങ്ങൾ നടത്തുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതിതീവ്ര രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ തിരിച്ചും രാഷ്ട്രീയമായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിക്കുക എന്നുള്ളത് ജനാധിപത്യ സംവിധാനത്തിൽ ഏതൊരു പൗരന്റെയും അവകാശമാണ്. അപ്പൊ ആ കാലിളകി. ആദ്യം പ്രതിപക്ഷ നേതാവാണ് ചാടി വീഴുന്നത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിക്കാൻ പാടില്ല പോലും. എവിടുത്തെ നയമാണ്? എങ്ങനത്തെ നയമാണ്? മുസ്ലിം ലീഗിന് മുമ്പ് സംസ്ഥാന അധ്യക്ഷന്മാരുണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന്മാർ പാണക്കാട്ട് തങ്ങന്മാർ തന്നെ ആയിട്ടുണ്ട്. വിമർശിച്ചിട്ടില്ലേ? ഈ ഒളവണ്ണ നേരത്തെ ബേപ്പൂർ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണ്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ ഒളവണ്ണയിൽ 991 ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ
കോലീവിക്ക് ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അല്ലെ ഡോക്ടർ മാധവൻകുട്ടി. ഡോക്ടർ മാധവൻകുട്ടിയുടെ പ്രത്യേകത എന്താണ്? മാസങ്ങൾക്ക് മുമ്പ് മുതലക്കുളത്ത് നടന്ന ബാബരി മസ്ജിദ് തകർക്കാൻ വേണ്ടി പോകുന്ന കർസേവകർക്ക് തകർത്ത് പകരം പടിയാനുള്ള രാമക്ഷേത്രത്തിന്റെ ഇഷ്ടിക നൽകുന്ന ഓരോ പഞ്ചായത്തിലെയും ഇഷ്ടിക ദാനയാത്ര മുതലക്കുളത്ത് ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ മാധവൻകുട്ടി. ആ മാധവൻകുട്ടി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പന്തീരാങ്കാവ് ഉൾപ്പെടുന്ന ഈ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും BJP-യുടെയും പൊതു സ്ഥാനാർത്ഥിയായി വടകര ലോക്സഭാ മണ്ഡലത്തിൽ അന്ന് അഡ്വക്കേറ്റ് എസ്എൻസിക്കായിരുന്നു. ഡോക്ടർ മാധവൻകുട്ടിക്ക് വേണ്ടി ഈ പന്തീരങ്കാവിലും ഈ ഒളവണ്ണ പഞ്ചായത്തിലും ഈ ബേപ്പൂർ നിയോജക മണ്ഡലത്തിലും അന്നത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട്ട് ശിഹാബ് തങ്ങൾ വോട്ടഭ്യർത്ഥിച്ച് വന്നില്ലേ? ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ വന്നില്ലേ? ശിഹാബ് തങ്ങളെ വിമർശിച്ചിട്ടില്ലേ? ശിഹാബ് തങ്ങളുടെ നിലപാട് തെറ്റാണ് എന്ന് വിമർശിച്ചിട്ടില്ലേ? ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ അസഹിഷ്ണുതയോടുകൂടിയാണോ ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്? ഏതെങ്കിലും UDF നേതാക്കന്മാർ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അസഹിഷ്ണുതയോടുകൂടിയാണോ നിലപാട് സ്വീകരിച്ചത്? അന്നില്ലാത്ത പ്രത്യേകത ഇന്നിങ്ങനെ വരുന്നു. അവിടെയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിക്കുമ്പോൾ അതിൽ മതം കലർത്താൻ ശ്രമിക്കുന്നത്. രാഷ്ട്രീയത്തിൽ മതം കലർത്തുന്നത് ജനാധിപത്യപരമായി ഒരു സെക്യുലർ രാജ്യത്ത് ശരിയാണോ? മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ അതെങ്ങനെയാണ് മുസ്ലിം സമുദായത്തെ വിമർശിക്കുക എന്ന് പറയാനാവുക? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിച്ചാൽ അതെങ്ങനെയാണ് ഒരു സമുദായത്തെ വിമർശിക്കലാവുക? വ്യക്തിപരമായി പാണക്കാട് തങ്ങളെ വിമർശിച്ചതല്ലോ, രാഷ്ട്രീയമായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിച്ചതല്ലേ? അതെങ്ങനെയാ തെറ്റാവുക? അപ്പൊ ഇവിടെ രാഷ്ട്രീയത്തിൽ മതവർഗീയത കലർത്താൻ വേണ്ടി, അതിലൂടെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. അതിന് എന്ത് വൃത്തികേടും കാട്ടും. തൃശൂരിൽ സീറ്റ് കൊണ്ടേ കൊടുത്തു BJP-ക്ക്. കേരളത്തിൽ ഇതുപോലെ നിയമസഭയിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറന്നത് തിരുവനന്തപുരം ജില്ലയിലെ നേമത്താണ്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു നേമം. കോൺഗ്രസ് വോട്ട് മറിച്ചു BJP-ക്ക്. വോട്ടെണ്ണി വോട്ട് പാറ്റേൺ നോക്കിയാൽ അറിയാം കോൺഗ്രസ് വോട്ട് BJP-ക്ക് പോയി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രചരണ വേളയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചു, 2021 തെരഞ്ഞെടുപ്പ് ഫലം പറയുമ്പോൾ കേരളത്തിന്റെ നിയമസഭയിൽ BJP-യുടെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. പറഞ്ഞത് നടപ്പിലാക്കുന്നതാണ് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത. ഞങ്ങൾക്ക് ഇരട്ട മുഖമില്ല, പറയുന്നത് മൂത്തോക്കി പറയും. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. മനസ്സിൽ വെച്ചിട്ട് പണി വേറെ നടത്തില്ല. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയല്ല. ഞങ്ങൾക്ക് ഒരു രീതിയുള്ളൂ, പറയുന്നത് മുഖത്ത് നോക്കി പറയും. അതാണ് ഞങ്ങൾ പഠിച്ച രീതി. ആ രീതി ഞങ്ങളവിടെ പറഞ്ഞു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണിയപ്പോ BJP-യുടെ അക്കൗണ്ട് സഖാവ് ശിവൻകുട്ടിയിലൂടെ നിയമത്തെ പൊട്ടിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സാധിച്ചു. അതാണ് പ്രത്യേകത. പിന്നെ തൃശ്ശൂര് വന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ലോക്സഭാ സീറ്റിൽ 20 സീറ്റിൽ താമര വിരിഞ്ഞിട്ടില്ല. അവിടെയും വോട്ട് മറിച്ചില്ലേ? 90,000 വോട്ടാണ് കുറഞ്ഞത്. 90,000 വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു. വോട്ടെണ്ണി കഴിഞ്ഞപ്പോ DCC ആഫീസിലേക്ക് മതനിരപേക്ഷ മനസ്സുള്ള കോൺഗ്രസുകാർ ഓടിക്കയറി. അവർ പറഞ്ഞു, ഇറക്കി വിടണം ആയിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ. കാരണം ഇവരാണ് വോട്ട് മറിച്ചത്. ഇവരാണ് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ നമ്മുടെ പ്രവർത്തകരോട് പറഞ്ഞത്. അവരെ ഓഫീസിൽ കയറ്റരുത്, പിടിച്ചിറക്കണം. സംഘർഷമുണ്ടായി. ചെറിയ സംഘർഷമല്ല. പല കോൺഗ്രസ് നേതാക്കന്മാരുടെ മുന്നിലെ പല്ലില്ല. DCC പ്രസിഡന്റിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി, UDF ചെയർമാനെ സ്ഥാനത്ത് നിന്ന് മാറ്റി. പകരം പാലക്കാട്ട് നിന്ന് ഒരാളെ DCC പ്രസിഡന്റാക്കി. ഒരു അന്വേഷണ കമ്മീഷന് പ്രഖ്യാപിച്ചു. സിദ്ദീഖ് MLA, മുൻ MLA KC ജോസഫ്, INUC നേതാവ് കൂടിയ കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരൻ. എവിടെ പോയി ആ കമ്മീഷൻ റിപ്പോർട്ട്? എന്നിട്ട് തൃശൂർ ജില്ലയിലെ തന്നെ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുക്കാൻ ഈ കോൺഗ്രസ് നേതാക്കന്മാർ വരിക. പിന്നെ BJP-ക്ക് വോട്ട് കൂടാതെ ചേലക്കരയിൽ? ഇങ്ങനെ ഒരു നാണംകെട്ട നേതൃത്വമുള്ള പാർട്ടി വേറെയുണ്ടോ? RSSന്റെ ശാഖയ്ക്ക് ഞാൻ കാവല് നിന്നിട്ടുണ്ടെന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു വ്യക്തിയെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്ന നേതാക്കളുടെ ഒരു കൂട്ടം, അതല്ല ഇപ്പൊ കോൺഗ്രസ്.
ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ പൂവിട്ട് പൂജിക്കാൻ ഒരു മടിയുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ സിന്ദാബാദ് വിളിക്കാൻ മടി കാണിക്കാത്ത ഒരു കൂട്ടം. ഇതായില്ലേ കേരളത്തിലെ കോൺഗ്രസ്? മതനിരപേക്ഷ മനസ്സുള്ള ആരെങ്കിലും ഇന്ന് കോൺഗ്രസിൽ പ്രവർത്തിക്കുമോ? അതുകൊണ്ടാണ് ഡോക്ടർ സെറിൻ അതിൽ നിന്നും ഇറങ്ങി വന്നത്. അതിനെ KPCC പ്രസിഡന്റ് വിശേഷിപ്പിച്ചത് ഒരു പ്രാണി പോയ നഷ്ടമുണ്ടാക്കി. ഇപ്പൊ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രാണികളുടെ ഘോഷയാത്രയാണ്. ചേവായൂർ ബാങ്കിൽ അത് കണ്ടു. 61 വർഷമായി കോൺഗ്രസിന്റെ കയ്യിലുള്ള ചേവായൂർ ബാങ്ക് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ച് ഒരു കൂട്ടം നേതൃത്വം അതിൽ നിന്നും ബദൽ സമീപനം സ്വീകരിച്ചു. ആ ബാങ്ക് ഭരണം നഷ്ടപ്പെട്ടു. എന്തായിരുന്നു KPCC പ്രസിഡന്റ് ഇവിടെ വന്ന് പ്രസംഗിച്ചത്? കയ്യും വെട്ടും കാലും വെട്ടും, വേണമെങ്കിൽ ജീവനും എടുക്കും. പിന്നെ KPCC പ്രസിഡന്റ് ആയതുകൊണ്ട് പറയുന്നത് നല്ലതുമാണ്. ചേലക്കരയിലും പറഞ്ഞിരുന്നു, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് തിരിച്ചടിക്കും. 2 സ്ഥലത്ത് നമ്മൾ ജയിച്ചു. യഥാർത്ഥത്തിൽ 140 മണ്ഡലത്തിലും അദ്ദേഹത്തിന്റെ പ്രസംഗം വെക്കണം. വേണമെങ്കിൽ മൈക്കിന്റെ പൈസ നമുക്ക് കൊടുക്കാം. ഇങ്ങനെ BJP ആണോ കോൺഗ്രസ് ആണോ എന്ന് സ്വയം ഓർമ്മിക്കാൻ പറ്റാത്ത ഒരു KPCC പ്രസിഡന്റ് കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുന്നു. മതവർഗീയ പ്രസ്ഥാനങ്ങളെ കോർത്തിണക്കാൻ ഒരു മടിയും കാണിക്കാത്ത പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിനെ നയിക്കുന്നു. മത ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തീവ്രവാദ ആശയഗതി കുത്തിവെക്കുന്ന പ്രസ്ഥാനങ്ങളെല്ലാം കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ മുസ്ലിം ലീഗ് തയ്യാറാകും. ഒരു ഭാഗത്ത് BJP, മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയത. ഇവരെല്ലാം കേരളത്തിലെ ഉടമകളുടെ രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കുന്ന മാധ്യമങ്ങളുടെ സഹായത്താൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ആക്രമിക്കാൻ ശ്രമം നടത്തുന്നു. 1,1000 പേർ ഒരുപോലെ പറഞ്ഞാൽ സത്യമാണെന്ന് വരുത്തി തീർക്കുന്ന ഹിറ്റ്ലറുടെ പ്രിയപ്പെട്ട ഗീബൽസിന്റെ തന്ത്രം. ഇത് ഇപ്പൊ ആദ്യമായിട്ടാണോ? ഇപ്പൊ ഈ ഗവൺമെന്റിനെതിരെ വലിയ അറ്റാക്കല്ലേ? എന്തൊരു സ്നേഹമാണ് 2016 മുതൽ 2021 വരെ ഭരിച്ച ഗവൺമെന്റിനോട്. എന്തൊരു സ്നേഹം! അന്നത്തെ ഗവൺമെന്റ് ഗംഭീരം, ഇന്നത്തെ ഗവൺമെന്റ് പോരാ. 5 കൊല്ലം അന്നത്തെ ഗവൺമെന്റ് ഭരിച്ച സമയത്ത് ഏതെങ്കിലും ഒരു വാർത്ത ആ ഗവൺമെന്റിന് അനുകൂലമായി കൊടുക്കാൻ ഇവർ തയ്യാറായോ? 5 കൊല്ലം ആ ഗവൺമെന്റ് ഭരിച്ച സമയത്ത് ഈ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളുടെ നേതൃത്വം എന്നെങ്കിലും ആ ഗവൺമെന്റിന് പ്രകീർത്തിച്ചോ? എല്ലാ നിലയിലും അടിച്ചില്ലേ? അന്നും ഇന്നും അടിക്കുന്ന ഒരേ ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കാരണം അന്നത്തെ സർക്കാർ ഇന്നത്തെ സർക്കാരിനെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. മന്ത്രിമാര് മാറി. അന്നത്തെ ഗവൺമെന്റ് ഗംഭീരം, ഇന്നത്തെ ഗവൺമെന്റ് മോശം. ഈ പ്രചരണം ബോധപൂർവ്വം അഴിച്ചുവിടുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ മന്ത്രിസഭയെ മികച്ച മന്ത്രിസഭ എന്ന് പറയുന്ന ഒരു കാലം അതിവിദൂരമല്ല. ആ കാലം 3ാം തവണയും ഇടതുപക്ഷ സർക്കാർ ഈ കേരളത്തിൽ ഭരണത്തിലെത്തുമ്പോൾ അന്ന് മാധ്യമങ്ങൾ എഴുതും, 2ാമത് വന്ന ഗവൺമെന്റ് മികച്ച ഗവൺമെന്റ് ആയിരുന്നു. അന്ന് 3ാമത്തെ ഗവൺമെന്റിനെ ആക്രമിക്കുക. അതിനധികം വെയിറ്റ് ചെയ്യണ്ട, 2026 ആകട്ടെ. ഇങ്ങനെ നാടിനെ കുട്ടിച്ചോറാക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് UDF. ഒരു ഭാഗത്ത് BJPക്കെതിരെ ശബ്ദിക്കാൻ കേരളത്തിലെ കോൺഗ്രസോ മുസ്ലിം ലീഗോ തയ്യാറാകുന്നില്ല. കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ട് വെട്ടിക്കുറക്കുന്നതിനെതിരെ UDF മിണ്ടുന്നുണ്ടോ? കേരളത്തിന് ഗ്രാന്റ് ഇനത്തിൽ 3000 കോടി വെട്ടിക്കുറച്ചതിനെതിരെ കോൺഗ്രസ് മിണ്ടുന്നുണ്ടോ? കേരളത്തിന് വായ്പാ പരിധിയിൽ 21,000 കോടി രൂപ വെട്ടിക്കുറച്ചതിനെതിരെ മുസ്ലിം ലീഗ് മിണ്ടുന്നുണ്ടോ? ചൂരൽമല ദുരന്തത്തിന് അർഹതപ്പെട്ട ഫണ്ട് നൽകാത്തതിനെതിരെ UDF മിണ്ടുന്നുണ്ടോ? ഈ കേരളത്തിനാകെയുള്ള നഷ്ടമല്ലേ? ഈ കേരളത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ എല്ലാവരും ഒന്നിക്കേണ്ട പ്രശ്നമല്ലേ? ഒന്നിക്കുന്നുണ്ടോ? ഒന്നിക്കുന്നില്ല. ഒന്നിക്കാൻ തയ്യാറാകുന്നില്ല. അവിടെയും BJPക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്നവരായി UDF നേതൃത്വം മാറുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ഘട്ടത്തിലാണ് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇവിടെ നേരത്തെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവ് ബൈജു ചൂണ്ടിക്കാട്ടിയതുപോലെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് ശക്തമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് ഈ സർക്കാർ പാർട്ടി മുന്നോട്ട് പോകുന്നു. സൗത്ത് ഏരിയ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 വർഷം പാർട്ടി സഖാക്കളുടെ സ്വപ്നമായ ഒരു പാർട്ടി ഓഫീസ് ഉൾപ്പെടെ കൊണ്ടുവരാൻ സാധിച്ച കാലമാണ്. പാർട്ടിയുടെ വളർച്ചയുടെ കാലമാണ്. സഖാവ് ബാബു പറശ്ശേരി ഏരിയ സെക്രട്ടറിയായ 3 വർഷം. അതിന്റെ തുടർച്ചയായി പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്യണം, അത് ചെയ്യാൻ എല്ലാവരും ഐകകണ്ഠേന ഒരു പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു. അത് സഖാവ് ബൈജു ആണ്. വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്ന ഈ പന്തീരാങ്കാവിനും ഒളവണ്ണ പഞ്ചായത്തിനും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിരവധി ത്യാഗോദല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത് ദീർഘകാലം ജയിൽവാസം അനുഭവിച്ച് ഭീകര മർദ്ദനമേറ്റ സഖാവ് ബൈജുവിന്റെ നേതൃത്വത്തിൽ പാർട്ടി ഒരു കൂട്ടായി, ഒരു ടീമായി നിന്നുകൊണ്ട് കഴിഞ്ഞ 3 വർഷക്കാലം നടത്തിയ നേട്ടങ്ങളെ കൂടുതൽ
ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ഏരിയ പരിധിയിലെ പാർട്ടിയെ ശക്തിപ്പെടുത്തി പോകാനുമുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും. കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ പ്രക്ഷോഭത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനം തയ്യാറായ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ജനോപകാര ജനക്ഷേമ പ്രവർത്തനങ്ങളെ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ പാർട്ടി നമ്മുടെ എല്ലാമാണ്. ഈ പാർട്ടിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കാനുള്ള പ്രഖ്യാപനമാണ് ഈ ഏരിയ സമ്മേളനത്തിന്റെ പൊതുപ്രകടനവും റെഡ് വളണ്ടിയർ മാർച്ചും. അതിന് നേതൃത്വം കൊടുത്ത അതിൽ പങ്കാളിയായ എല്ലാ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ.